എല്ലാവർക്കും നമസ്കാരം. സർപ്രൈസ് യു പി എസ് സിയുടെ മറ്റൊരു ലേണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ പൊളിറ്റിയാണ്. അതിൽ പാർട്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടുകളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ടിരിക്കുന്നത് പാർട്ടുകളായിട്ടാണ്. സോ നമ്മൾ ഓരോ പാർട്ടുകളെ പറ്റിയും മനസ്സിലാക്കേണ്ടതുണ്ട്. പാർട്ട് ഫസ്റ്റ് റിലേറ്റഡ് ടു യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആണ്. പാർട്ട് ഫസ്റ്റിലാണ് നമ്മുടെ ഇന്ത്യൻ യൂണിയനെ പറ്റിയിട്ട്, യൂണിയൻ്റെ പേര്, യൂണിയൻ ഏത് തരത്തിലുള്ളതാണ്, ഇന്ത്യൻ പൊളിറ്റി എന്നുള്ളത്. സോ പാർട്ട് ഫസ്റ്റ് റിലേറ്റഡ് ടു യൂണിയൻ ആൻഡ് ടെറിട്ടറി. അതിൽ ഇന്ത്യയുടെ സ്റ്റേറ്റുകൾ വരാം. ഇന്ത്യയുടെ കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളും അതിൻ്റെ പേരുകൾ ഉൾപ്പെടുന്നതാണ് പാർട്ട് ഫസ്റ്റ്. അത് കവർ ചെയ്യുന്ന ആർട്ടിക്കിൾ 1 തൊട്ട് 4 വരെയാണ്. ഒരു പുതിയ സ്റ്റേറ്റിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നിലവിലുള്ള സ്റ്റേറ്റുകൾ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മുടെ പാർട്ട് ഫസ്റ്റിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പാർട്ട് 2 റിലേറ്റഡ് ടു സിറ്റിസൺഷിപ്പ് എങ്ങനെ അക്യൂർ ചെയ്യാം, സിറ്റിസൺഷിപ്പ് എങ്ങനെ ലോസ് ആവും. സോ പൗരത്വത്തെ പറ്റി പറയുന്ന രണ്ടാമത്തെ പാർട്ടിലാണ് പൗരത്വത്തെക്കുറിച്ച് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. പാർട്ട് 2 ഇത് വരുന്ന ആർട്ടിക്കിൾ 5 മുതൽ 5 to 11 ആണ്. പാർട്ട് 3യിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത്. സോ ഫണ്ടമെൻ്റൽ റൈറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ മൗലിക അവകാശങ്ങൾ. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് പാർട്ട് 3യിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയാണ്. പാർട്ട് 4ലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ് പാർട്ട് 4 റിലേറ്റഡ് ടു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പാർട്ട് 4A മെൻഷൻസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. പാർട്ട് 4A പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റിയിട്ടാണ്. ആർട്ടിക്കിൾ 51A. സോ ഈ പാർട്ട് ഫസ്റ്റ് തൊട്ട് പാർട്ട് 4A വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പാർട്ട് 5 റിലേറ്റഡ് ടു യൂണിയൻ ഗവൺമെൻറ് ആണ്. യൂണിയൻ ഗവൺമെൻറ്റിനെ പറ്റിയിട്ടാണ്. അതിൽ എക്സിക്യൂട്ടീവ്, പാർലമെൻറ്റ്, then what are the legislative powers of the union government, then Supreme Court, CAG, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതാണ് പാർട്ട് 5 ദ യൂണിയൻ ഗവൺമെൻറ് എന്നുള്ളത്. യൂണിയൻ ഗവൺമെൻറ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്, സെൻട്രൽ ഗവൺമെൻറ് എന്നല്ല. സോ പാർട്ട് 5 റിലേറ്റഡ് ടു യൂണിയൻ, ആർട്ടിക്കിൾ 52 തൊട്ട് 151 വരെ പാർട്ട് 5ലുള്ളതാണ്. ദെൻ പാർട്ട് 6ലാണ് സ്റ്റേറ്റിനെ പറ്റി പറയുന്നത്. സ്റ്റേറ്റിൻ്റെ അധികാരപരിധി ഏതൊക്കെയാണ്, നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റ്സിന് എന്തെല്ലാം പവേഴ്സാണുള്ളത് എന്നുള്ളതൊക്കെ പാർട്ട് 6ലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദെൻ പാർട്ട് 8 ഓൾറെഡി നമുക്കും അറിയാം, പാർട്ട് 7 ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ട് 8 ആണ് ഇപ്പോൾ ഉള്ളത്. പാർട്ട് 8ൽ യൂണിയൻ ടെറിട്ടറീസിനെ പറ്റിയിട്ടാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങളാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അതിന് സ്റ്റേറ്റിന് അധികാരമൊന്നുമില്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ് അധികാരങ്ങൾ പൂർണ്ണമായും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദി യൂണിയൻ. പാർട്ട് 8 റിലേറ്റഡ് ടു യൂണിയൻ ടെറിട്ടറീസ്, ആർട്ടിക്കിൾ 239 തൊട്ട് 242 വരെ. ദെൻ പാർട്ട് 9 ആണ്. പാർട്ട് 9 വെരി ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിളാണ്. പഞ്ചായത്ത് രാജ് സിസ്റ്റം, നമ്മുടെയൊക്കെ 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റമൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ് പാർട്ട് 9. ദെൻ നെക്സ്റ്റ് പാർട്ട് 9A മുനിസിപ്പാലിറ്റി. പാർട്ട് 9A മുനിസിപ്പാലിറ്റീസ് ആണ്.
അമെൻമെൻറ്റ് ആക്ട് 74th അമെൻമെൻറ്റ് ആക്ട് 1992 പ്രകാരമാണ് 9A ആഡ് ചെയ്ത് ചേർത്തത്. ദെൻ പാർട്ട് 9B റിലേറ്റഡ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. സോ 97th അമെൻമെൻറ്റ് ആക്ട് 2011 97th അമെൻമെൻറ്റ് പ്രകാരമാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈ പാർട്ടിൽ അമെൻഡ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുക, ദെൻ വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓൾസോ, അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട പാർട്ടാണ് പാർട്ട് 9B. ഈ 3 പാർട്ടുകളും പാർട്ട് 9, പാർട്ട് 9A ആൻഡ് 9B എക്സാമിന് വന്ന് കണ്ടിട്ടുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക. ദെൻ പാർട്ട് 10 ഷെഡ്യൂൾസ് ആൻഡ് ട്രൈബൽ ഏരിയാസ് ആണ്. ഇന്ത്യ ഒരു ഡൈവേഴ്സിഫൈഡ് കൺട്രി ആയതുകൊണ്ട്, ഡൈവേഴ്സിറ്റി നിലനിൽക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള ട്രൈബൽ ഏരിയാസ് ഉണ്ട്, ഷെഡ്യൂൾഡ് ഏരിയാസ് ഒക്കെ ഉണ്ട്. സോ അതിനെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നതാണ് പാർട്ട് 10. ദെൻ പാർട്ട് 11 റിലേറ്റഡ് ടു റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. സോ യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനെ പറ്റി പറയുന്ന ഒരു ആർട്ടിക്കിളാണ് പാർട്ടാണ് പാർട്ട് 11. മറ്റൊരു പാർട്ടാണ് പാർട്ട് 12. പാർട്ട് 12 റിലേറ്റഡ് ടു ഫിനാൻസ്, പ്രോപ്പർട്ടി ആൻഡ് കോൺട്രാക്റ്റ് ആൻഡ് സ്യൂട്ട് ആണ്. ഇതിലാണ് നമ്മൾ ബഡ്ജറ്റ് സിസ്റ്റമൊക്കെ ഈ ഒരു പാർട്ടിലാണ് മെൻഷൻ ചെയ്തിരിക്കുക. നെക്സ്റ്റ് പാർട്ട് 13 ട്രേഡ് കൊമേഴ്സ് വിത്തിൻ ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. പാർട്ട് 14 റിലേറ്റഡ് ടു സർവീസസ് അണ്ടർ ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആണ്. ഈ ഒരു പാർട്ടിലാണ് നമ്മുടെ UPSC അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ PSC ഒക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത് പാർട്ട് 14ലാണ്. സോ അതുകൊണ്ട് ഒരുപക്ഷെ ക്വസ്റ്റ്യൻ വരാം, എന്താണ് UPSC അല്ലെങ്കിൽ സ്റ്റേറ്റ് PSC ഒക്കെ മെൻഷൻ ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണ്? പാർട്ട് 14 ആണ്. ദെൻ പാർട്ട് 14A വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പാർട്ട് 14A റിലേറ്റഡ് ടു ട്രൈബ്യൂണൽസ് ആണ്. ട്രൈബ്യൂണൽ. സോ ഈ ട്രൈബ്യൂണൽ ആർട്ടിക്കിൾ 320A പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ്. 323B റിലേറ്റഡ് ടു ട്രൈബ്യൂണൽസ് ഫോർ അതർ പർപ്പസസ്. സോ ട്രൈബ്യൂണൽ ഫോം ചെയ്യുന്നത് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു പാർട്ട് 4A ആണ്. പാർട്ട് 14A added through an amendment by 42nd Amendment Act ആണ്. 42nd. Then part 15 related to elections ആണ്. പാർട്ട് 15 റിലേറ്റഡ് ടു ഇലക്ഷൻ. നമ്മുടെ പാർലമെൻറ്റിലേക്ക്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നടക്കുന്ന ഇലക്ഷനെ പറ്റിയിട്ടാണ് പാർട്ട് 15 പറയുന്നത്. പാർട്ട് 16 മെൻഷൻ ചെയ്തിരിക്കുന്നത് റിലേറ്റഡ് ടു സെർട്ടൈൻ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു സെർട്ടൈൻ ക്ലാസ്സസ് ആണ്. പാർട്ട് 17 റിലേറ്റഡ് ടു ലാംഗ്വേജസ് ആണ്. നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഏതൊക്കെ ലാംഗ്വേജസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെയാണ് ഓതറൈസ്ഡ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പാർട്ട് 17 മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് 18 ആണ്. പാർട്ട് 18 റിലേറ്റഡ് ടു എമർജൻസി പ്രൊവിഷൻ ആണ്. സോ ഈ ഒരു പാർട്ടിലാണ് നമ്മുടെ ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി, ആർട്ടിക്കിൾ 356 356 പ്രസിഡൻഷ്യൽ റൂൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി, ആർട്ടിക്കിൾ 360 360 ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് എമർജൻസി ഇഷ്യൂ ചെയ്യുന്നത്, എങ്ങനെയാണ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഇതാണ് പാർട്ട് 18 പറയുന്നത്. സോ പാർട്ട് 18 നമ്മൾ 18 എമർജൻസി പ്രൊവിഷൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പാർട്ട് 19 മിസലേനിയസ് ആണ്. മറ്റ് പല കാര്യങ്ങളെ കുറിച്ചിട്ടാണ്, അത് ഇതിലൊന്നും ഉൾപ്പെടാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് മെൻഷൻ ചെയ്യാനാണ് മിസലേനിയസ് എന്നുള്ള ഒരു പാർട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ട് 20 പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. പാർട്ട് 20 അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ആർട്ടിക്കിൾ 368 ആണ് അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ പാർട്ട് 21 ആൻഡ് 22
റിലേറ്റഡ് ടു പാർട്ട് 21 ടെമ്പററി ആൻഡ് ട്രാൻസിഷണൽ ആൻഡ് സ്പെസിഫിക് പ്രൊവിഷൻസ് ആണ്. സ്പെസിഫിക് ആയിട്ടുള്ള ചില ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ട് 22 പല പല ഡേറ്റുകളെ കുറിച്ചിട്ടാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടുകളാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് പാർട്ട് 20 ഉണ്ട്, അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ദെൻ എമർജൻസി പ്രൊവിഷൻ പാർട്ട് 18 ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പാർട്ട് 17 ലാംഗ്വേജസ്, പാർട്ട് 15 ഇലക്ഷൻസ്, പാർട്ട് 14A ട്രൈബ്യൂണൽസ്, ദെൻ പാർട്ട് 14 സർവീസസ് അണ്ടർ ദി യൂണിയൻ, അതായത് UPSC PSCയെ കുറിച്ച് പറയുന്ന പാർട്ട് 14 ദെൻ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പാർട്ട് 9A ആൻഡ് പാർട്ട് 9B. ദെൻ ആദ്യത്തെ പാർട്ട് 1, 2, 3, 4, 4A. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ചില അമെൻമെൻറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. പാർട്ട് 7 എന്നുള്ളത് നേരത്തെ ഉണ്ടായിരുന്നതാണ്, അത് റിപ്പീൽ ചെയ്തു. അപ്പോൾ റിപ്പീൽ ചെയ്തത് 7th അമെൻമെൻറ്റ് ആക്ട് 1956 ആണ്. 7th അമെൻമെൻറ്റ് ആക്ട് ആണ് 1956 റിമൂവ് ചെയ്തത്, പാർട്ട് 7. ദെൻ പാർട്ട് 4A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, പാർട്ട് 14A ട്രൈബ്യൂണൽ, ഇത് രണ്ടും ആഡ് ചേർത്തത് 42nd അമെൻമെൻറ്റ് ആക്ട് 1976 1976 വെച്ചിട്ടാണ് ഇത് അമെൻമെൻറ്റ് ആഡ് ചെയ്തത്. ദെൻ പാർട്ട് 9A എന്നുള്ളത് മുനിസിപ്പാലിറ്റി ആണ്. സോ ആ പാർട്ട് 9A ആഡ് ചെയ്ത അമെൻമെൻറ്റ് 74th അമെൻമെൻറ്റ് ആണ്, അമെൻമെൻറ്റ് ആക്ട് 1992. ദെൻ പാർട്ട് 9B റിലേറ്റഡ് ടു cooperative societies added by the 97th amendment. 97th amendment act 2011 ആണ്. സോ ഈ അമെൻമെൻറ്റുകളെല്ലാം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക എന്നുള്ളതാണ്. സോ ഇത് നന്നായി റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായി നമുക്ക് കാണാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.